മസിൽ പവർ കാണിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് വിചാരിക്കണം. ബി ജെ പിയിലും നല്ല ഒന്നാം തരം തല്ലുകാരുണ്ട്. അടികൊണ്ട് അവശ്യ നിലയിലാകും സകല കോൺഗ്രസ് എം പിമാർ. പെണ്ണുങ്ങളെ ഇറക്കി നിങ്ങൾ പ്രധാനമന്ത്രിയെ തടയാൻ നോക്കും ഇല്ലേ? എന്നിട്ട് പെണ്ണുങ്ങളുടെ ബ്ലൗസ് കീറിയെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് നാളെ അടി നടക്കും എന്നുള്ളത് ഉറപ്പാണ്. തല്ലെങ്കിൽ തല്ല്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2014 അധികാരത്തിലേറ്റപ്പോൾ ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത്. പക്ഷേ പിന്നീട് 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പോലും പ്രതിപക്ഷത്തിലില്ല, പ്രതിപക്ഷ നേതാവില്ല, അവിടെ ബില്ലുകൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ നരേന്ദ്രമോദി ജനാധിപത്യത്തെ കൊല്ലുന്ന രീതിയിൽ ഏകാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്നു. ശരിയാണോ? അത് വസ്തുതാപരമായിട്ട് ശരിയല്ല. അപൂർവം ചില ബില്ലുകൾ ചർച്ചയില്ലാതെ പാസ്സാവാറുണ്ട്. കാരണം കണ്ടമാനം ബഹളമായി കഴിയുമ്പോൾ പാസ്സാകുന്ന സമ്പ്രദായം. പക്ഷേ അത് വളരെ കുറവാണ് മോദിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം 110 ബില്ല് പാസ്സാക്കി, ഒരു ചർച്ചയുമില്ലാതെ. അതിനൊരു പ്രൊവിഷനുണ്ട് ലോക്സഭയിൽ. ഗില്ലറ്റിൻ ചെയ്യുക എന്ന് പറയും. വലിയ ബഹളമൊക്കെ നടക്കുമ്പോൾ ബില്ല് പാസ്സായതായിട്ട് സ്പീക്കർ അങ്ങ് പ്രഖ്യാപിക്കും. ഈ വിവരം സെബാസ്റ്റ്യൻ പോൾ അന്ന് എം പി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞതായിട്ട് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തു. 2012 അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ ലോക്സഭയിൽ പോകും, അവിടെ ബഹളം നടക്കും. എന്തിനാണ് ഈ ബഹളം എന്ന് മനസ്സിലാവുന്നില്ല. ബഹളം കുറേ മൂത്ത് കഴിയുമ്പോൾ ലോക്സഭ അഡ്ജേൺ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. പിറ്റേ ദിവസം എനിക്ക് മനസ്സിലാകും 110 ബില്ല് പാസ്സായി. ആ ബഹളത്തിനിടയിൽ ഗില്ലറ്റിൻ ചെയ്ത് പാസ്സാക്കി. ആ ഒരു അവസ്ഥയൊന്നും മോദി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇംപ്രഷൻ ഉണ്ടാവാൻ കാര്യം, ഈ ലോക്സഭ രാജ്യസഭ ലൈവായിട്ട് ടി വി ഉണ്ടല്ലോ, അത് ആരും നോക്കാറില്ല. ന്യൂസ് ചാനൽസാണ് നോക്കുന്നത്. ന്യൂസ് ചാനൽസ് ഈ ബഹളം കവർ ചെയ്യും. ബഹളം കഴിയുമ്പോഴത്തേക്ക് കവറേജ് നിർത്തും, അവർ വേറെ വാർത്തയിലേക്ക് പോകും. ബഹളം കഴിഞ്ഞിട്ട് വീണ്ടും ലോക്സഭ കൂടി ശാന്തമായിട്ട് ബില്ലുകൾ ചർച്ച ചെയ്യുന്നത് കാണണമെങ്കിൽ നമ്മൾ ലോക്സഭ ടി വിയോ രാജ്യസഭ ടി വിയോ വെച്ച് നോക്കണം. അത് നോക്കാൻ ആരും മെനക്കെടാറുമില്ല. അപ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടായി, അവിടെ ബഹളമാണ്, ബഹളത്തിനിടയ്ക്ക് എപ്പോഴോ ബില്ല് പാസ്സാക്കുന്നു, പ്രധാനമന്ത്രി സംസാരിക്കുന്നില്ല. ഇതൊക്കെ ഈ സെലക്റ്റീവ് കവറേജ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. സെൻസേഷണൽ വാർത്തകൾക്ക് പിന്നാലെയാണ് ചാനലുകളെല്ലാം. അത് കുറ്റമല്ല, അവർ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മറ്റത് ലോക്സഭ ടി വിയോ രാജ്യസഭ ടി വിയോ കണ്ടു കഴിഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ മാറും. എല്ലാ ബില്ലുകളും ചർച്ച ചെയ്താണ് പാസ്സാകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ബില്ലുകളൊക്കെ ബഹളത്തിൽ ഗില്ലറ്റിൻ ചെയ്ത് പാസ്സായി പോകാറുണ്ട്. പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം തന്നെ ചർച്ച ചെയ്താണ് പാസ്സായി പോകാറുള്ളത്. പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ബോയ്ക്കോട്ട് അത് വളരെ കൂടുതലാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇറങ്ങിപ്പോക്ക് ബി ജെ പിയും ലോക്സഭ തടസ്സപ്പെടുത്തിയിട്ടില്ല ഉണ്ട്. അവർ പ്രതിപക്ഷത്തുള്ളപ്പോൾ ലോക്സഭയും രാജ്യസഭയൊക്കെ അവരും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇറങ്ങിപ്പോക്ക് കുറവായിരുന്നു. പാർട്ടിസിപ്പേഷനുണ്ട്. ബഹളമാണെങ്കിലും അവരവിടെ ഉണ്ട്. ഇതങ്ങനെയല്ല. ഇവർ ബഹളം വയ്ക്കുന്നു. എന്ത് കാര്യത്തിനാണ് ബഹളം വയ്ക്കുന്നത്? ഒരു 15 മിനിറ്റ് ബഹളം വെച്ചിട്ട് അവർ ഇറങ്ങിപ്പോകുന്നു, സഭ ബഹിഷ്കരിക്കുന്നു. എന്നിട്ട് അവർ നരേന്ദ്രമോദിയെ കുറ്റം പറയും. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്ക് ലോക്സഭയിൽ വരാൻ പറ്റാത്തതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുള്ളതാണ്. അത് എന്ത് കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാലും വരാഞ്ഞത് അവർ കാരണമാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇവർ കയറ്റാത്തതാണോ അതോ പ്രധാനമന്ത്രി വരാത്തതാണോ? പിന്നെ എല്ലാ കാര്യത്തിനും പ്രധാനമന്ത്രി തന്നെ ഉത്തരം പറയണമെന്നൊരു വാശി പ്രതിപക്ഷത്തിന് ഇപ്പോൾ കാണുന്നു. അതും ഒരു ശരിയല്ല. ബാക്കി മന്ത്രിമാരൊക്കെ എന്തിനായിരിക്കുന്നത്? ഓരോ വകുപ്പിനും ഓരോ മന്ത്രിയുണ്ടല്ലോ. ഈ എഴുതി കൊടുക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം താൻ പറഞ്ഞാൽ മതി. ബാക്കിയുള്ള ചോദ്യങ്ങളുടെ മുഴുവൻ ഉത്തരം പ്രധാനമന്ത്രി പറയണം. നേരം വെളുക്കെ വൈകുന്നേരം വരെ പ്രധാനമന്ത്രി അവിടെ ഇരിക്കും. ലീഡർ ഓഫ് ഓപ്പോസിഷൻ അവിടെ ഇരിക്കാൻ തയ്യാറാണോ? അല്ല. അങ്ങേര് രാവിലെ ഒരു ഷോ കാണിച്ചിട്ട് അങ്ങേര് ഇറങ്ങി. ഇങ്ങേര് അവിടെ ഇരിക്കുകയും വേണം. ഇതൊക്കെ അൺറീസണബിളായിട്ടുള്ള ഡിമാൻഡുകളാണ്. പ്രശ്നം കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ടു എന്ന് അംഗീകരിക്കാൻ കോൺഗ്രസ്
ഈ 10-11 വർഷമായിട്ടും കോൺഗ്രസ് തയ്യാറല്ല. ഞാനല്ലാതെ ആരെ ഈ രാജ്യം ഭരിക്കും, എന്തൊരു പരിപാടിയാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ. അത് മറ്റു കോൺഗ്രസ്സുകാർ നിവൃത്തികേട് കൊണ്ട് ഏറ്റുപാടി നടക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാവുന്നില്ല, ജനപിന്തുണ ഇല്ല എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അവർ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഒരു നമ്പർ ഇറക്കി. അവരെ ജനം തിരസ്കരിച്ചതാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ജനം ഞങ്ങളെയാണ് അംഗീകരിച്ചത്, അവിടെ എന്തോ കള്ളത്തരം ഈ മോദി കാണിച്ചിട്ട് അത് ഉടനെ വോട്ട് ചോരുന്നു. അത് നോക്കി അത് ഏശുന്നില്ല. അപ്പോൾ റിസർവേഷൻ എന്ന് പറഞ്ഞ് അത് ഏശുന്നില്ല. ഇങ്ങനെ ഓരോന്നും മാറി മാറി നോക്കുക. എന്നാണോ പ്രതിപക്ഷം സ്വന്തം മനസ്സിലേക്കൊന്ന് നോക്കുന്നത്, ജനങ്ങളിലേക്കൊന്ന് നോക്കുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങളുടെ അങ്ങനെയും സംഭവിക്കാമല്ലോ. ജനം വോട്ട് ചെയ്യാഞ്ഞിട്ടാണ് തോറ്റുപോയത് എന്നും ഒരു തോൽവിക്കൊരർത്ഥമുണ്ടല്ലോ. വാസ്തവത്തിൽ ആ ഒരു അർത്ഥമേ ഉള്ളൂ. ബട്ട് ആ ഒരു അർത്ഥം കൂടിയെങ്കിലും ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലായിരുന്നു. അല്ല, അവർ പറയുന്നത് ജനാധിപത്യമായിട്ട് ലോക്സഭയിൽ പ്രതിഷേധിച്ചതിന് 146 MP വരെ പുറത്താക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ മറുപടി പറയാതെ രാജ്യസഭയിൽ പോയി മറുപടി പറയുന്നു. അതിന് സ്പീക്കർ എന്താ പറയുന്നു? ഈ സ്പീക്കറെ പുറത്താക്കാനായിട്ട് 118 MP ഒന്നിച്ച് ഒപ്പിട്ട് ഇത് കൊടുക്കുന്നു. ഒന്നാമത്തെ പാർലമെൻറ്റിൽ മാത്രമാണ് ഈ സ്പീക്കർക്കെതിരെ നടപടി ഉണ്ടായത്. അത്രത്തോളം ജനാധിപത്യം പിച്ച് ചീന്തുകയാണ് മോദി. അല്ല, ഈ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അവിശ്വാസ പ്രമേയം ആർക്കും കൊണ്ടുവരാം, മിനിമം MP സപ്പോർട്ട് വേണമെന്നേ ഉള്ളൂ. അത് അത് ചർച്ച, അതിലൊരു ബഹളം. ഇതാണല്ലേ ആവശ്യം. ഒരിക്കലും അജണ്ട അനുസരിച്ച് ലോക്സഭ നടക്കാൻ പറ്റില്ല. ഇനി മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കൊലപാതകം, ബലാത്കാരം ഇത് നടക്കുമല്ലോ. അപ്പോൾ അതെടുത്തിട്ട് ആ വിഷയം ഇപ്പം ചർച്ച ചെയ്യണം. എങ്ങനെ പോയി കഴിഞ്ഞാലും അജണ്ട അനുസരിച്ച് ചർച്ച മുന്നോട്ട് പോകാൻ ഇവർ സമ്മതിക്കില്ല. ഇവരെപ്പോഴും ഒരു എലക്ഷൻ മോഡിലാണ്. ഇവർ കാണിക്കുന്ന ഈ ബഹളം കൊണ്ട്, കണ്ടോ രാഹുൽ ഗാന്ധി, KC വേണുഗോപാലൊക്കെ ഈ മസിൽ കാണിച്ച് മോദിയെ വിരട്ടുന്ന കണ്ടോ, ഇങ്ങനൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ അത് അവരുടെ പരാജയമായിട്ട് മാറും. രാജ്യസഭയിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, രാജ്യസഭയിൽ രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാജ്യസഭ വലിയ കുഴപ്പമില്ലാതെ നടന്നു. വല്ലപ്പോഴും ബഹളമൊക്കെ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് എന്തായത്? കോൺഗ്രസ് ഇറങ്ങിപ്പോയി. മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോയി. മല്ലികാർജ്ജുൻ ഖർഗെ ഇഷ്ടംപോലെ സംസാരിച്ചു. അങ്ങനെയൊക്കെ ശാന്തമായിട്ടിരുന്ന് മോദിയുടെ പ്രസംഗം കേൾക്കാം. ചെയ്തില്ല. മോദിയുടെ പ്രസംഗത്തിൽ ഒരു 15 മിനിറ്റ് നിരന്തരം ബഹളം വെച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോയി. ഇതെന്ത് സ്വഭാവമാണ്? മോദി ലോക്സഭയിൽ വരില്ല, രാജ്യസഭയിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നു. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരം ഏതെങ്കിലും ഒരു പ്രസംഗം മോദിയുടെ ബഹളമില്ലാതെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിരന്തരം ബഹളമായിരിക്കും. എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? ഒരു മുദ്രാവാക്യം വിളിച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇങ്ങനെ മുദ്രാവാക്യം കേട്ടുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എന്ത് തരം എന്നിട്ട് ജനാധിപത്യത്തെ കൊല്ലുന്ന ആളും മോദിയാണ്. ജനാധിപത്യത്തെ വാസ്തവത്തിൽ ഇവരാണ് കൊല്ലുന്നത്. ഒച്ച വെച്ച് മുക്കിക്കൊല്ലുകയാണ് ജനാധിപത്യത്തെ. അതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണത്. അത് കീൻലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് ലോക്സഭയിലും രാജ്യസഭയിലും ബഹളം വെച്ച് തടസ്സപ്പെടുത്തുന്നത്. ബഹളം വയ്ക്കുന്നവർ പറയും ഞങ്ങൾ പറയുന്ന കാര്യം ചർച്ച ചെയ്ത്, നിങ്ങൾ പറയുന്ന കാര്യം മാത്രം ചർച്ച ചെയ്യാൻ പറ്റില്ല. ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒരു അജണ്ടയുണ്ട്, റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ട്. അതനുസരിച്ചല്ലേ അവിടെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നാട്ടിലെ വിഷയം നേരം വിളിക്കാൻ നിങ്ങൾക്കൊരു ബോധോദയം വരും, അതുമായിട്ട് ലോക്സഭയിൽ വരും, അത് ചർച്ച ചെയ്യണമെന്ന് പറയും, പറ്റില്ല എന്ന് പറയും, ബഹളമാകും, നിങ്ങൾ ഇറങ്ങിപ്പോകും. ഇത് കേരള അസംബ്ലിയിൽ ഇത് തന്നെയല്ലേ നടക്കുന്നത്? അല്ല, ഈ 2014 മുതൽ ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും BJP നൽകുന്നില്ല. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകേണ്ട, അത് നൽകുന്നില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകണമെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? എവിടെ എഴുതി വെച്ചിരിക്കുന്നു? നിങ്ങൾക്ക് ഈ സ്ഥാനമോഹം തീർന്നിട്ടില്ലേ? പ്രതിപക്ഷ നേതാവുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കണ്ടായിരുന്നു, എന്നിട്ടും കൊടുത്തതാണ്. 10% സീറ്റെങ്കിലും വേണം പ്രതിപക്ഷ നേതാവാകണം. അതില്ലായിരുന്നു, പക്ഷേ എന്നാലും കൊടുത്തു. ഇത്തവണ അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. 99 സീറ്റുണ്ട് കോൺഗ്രസ്. പ്രതിപക്ഷ നേതൃസ്ഥാനവും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? നിങ്ങളുടെ ഡെപ്യൂട്ടി സ്പീക്കർ നടക്കില്ല, നടക്കാൻ പോകുന്നില്ല. അത്
ലോക്സഭ. അപ്പം ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഈ ഭരണം അങ്ങോട്ട് കോൺഗ്രസിനെ ഏൽപ്പിച്ചാൽ ഇവർക്ക് സന്തോഷമാകും. കൂടുതൽ സീറ്റ് കിട്ടിയ BJP പ്രതിപക്ഷത്തിരിക്കണം, കുറഞ്ഞ സീറ്റ് കിട്ടിയ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് വാഴിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലിന് സന്തോഷമാകും. അത് നടക്കില്ല വേണുഗോപാൽ, അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അത് നടക്കുന്ന കേസല്ല. നെഹ്റു കുടുംബത്തിന് ഈ രാജ്യം തീരെഴുതി കൊടുത്തിട്ടില്ല, മനസ്സിലായി. പിന്നെ മസിൽ പവർ കാണിച്ച്, ഞാനൊരു കാര്യം പറയാം, മസിൽ പവർ കാണിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട. BJPയിൽ നല്ല ഒന്നാം തരം തല്ലുകാരുണ്ട്. മോഹൻലാൽ പറഞ്ഞ പോലെ നാടൻ തല്ലാണ് ലോക്സഭയിൽ നിങ്ങളെ ഇറക്കുന്നതെങ്കിൽ ആ തല്ലിലും BJPയെ ജയിക്കാൻ പോകുന്നുള്ളൂ. അടികൊണ്ട് അവശ്യ നിലയിലാകും സകല കോൺഗ്രസ് MP-മാർ. ഞാൻ എല്ലാ ഉത്തരവാദിത്തോടെയും പറയുന്നു, ഈ പോക്കൃത്തരം അങ്ങേ അറ്റത്തെത്തി കഴിഞ്ഞു. ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പെണ്ണുങ്ങളെ ഇറക്കി നിങ്ങൾ പ്രധാനമന്ത്രിയെ തടയാൻ നോക്കി ഇല്ലേ? എന്നിട്ട് പെണ്ണുങ്ങളുടെ ബ്ലൗസ് കീറിയെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഡൊണാൾഡ് ട്രംപിനും ഷീ ജിൻപിങ്ങിനും ഒക്കെ അയക്കാൻ നോക്കി. ഇത്ര ഹീനമായ രാഷ്ട്രീയം കളിക്കുന്നിടത്ത് നാളെ അടി നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് നല്ല നല്ല ഒന്നാം തരം നാടൻ അടിയായിരിക്കും. അതിലും ജയിക്കുന്നത് BJPക്കാർ തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. തല്ലെങ്കിൽ ഈ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ രണ്ടുപേരും വിചാരിച്ചാലേ ജനാധിപത്യം നടക്കൂ. ഞാൻ ഗുഡാപ്പണി കാണിക്കുകയും സിനുജി വലിയ മാന്യനായിട്ടിരുന്ന് തല്ലുമേടിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും സമ്മതിക്കുമോ? അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമില്ല. ഇവരൊക്കെ 10 നമ്പർ റൗഡികളാണ്. ഈ KC വേണുഗോപാൽ എന്നൊക്കെ പറയുന്നത് സ്ട്രീറ്റ് ഗൂൺസ് ആണ്. അങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റം ലോക്സഭയിൽ. കേരളത്തിൽ നിന്ന് പോയവരിൽ ഞാൻ കഷ്ടിച്ച് കാണുന്നത് NK പ്രേമചന്ദ്രൻ, ശശി തരൂർ, ഇവരൊക്കെയാണ് കുറച്ച് മര്യാദയോടെ പെരുമാറുന്നത്. പിന്നെ അടൂർ പ്രകാശ്, ഇതുപോലുള്ളവർ. ബെന്നി ബെഹനാൻ പോലും ഒരു മര്യാദ കാണിക്കുന്നില്ല. ബാക്കി ഡീൻ കുര്യാക്കോസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂവാൻ വേണ്ടി മാത്രം അവിടെ പോകുന്നതാണ്. CPM-ലുണ്ടായിരുന്നു ഈ KK രാഗേഷ്, അവരൊക്കെ KK രാഗേഷ് രാജ്യസഭയിലായിരുന്നു. ഇയാൾ എണീറ്റ് നിന്ന് കൂവുന്നത് ലൈവ് ഞാൻ കണ്ടതാണ്. KK രാഗേഷ് കൂവിക്കൊണ്ടേയിരിക്കുന്നു. ആ TMCയുടെ ഡെറിക് ഒബ്രയൻ, ആ മനുഷ്യന് പ്രായം എന്തുണ്ട്? അങ്ങേര് കാണിക്കുന്ന സർക്കസ് എന്താ ലോക്സഭയിൽ? ഇത് എത്ര നാളായി? ഈ വർഷം 11ആയില്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ. ഞാനതാ പറഞ്ഞ് തല്ലി തീർക്ക്. നിങ്ങൾ ഒരു തവണ തല്ലി അങ്ങ് തീർക്ക്, അതാണ് ആവശ്യം. ബട്ട് നിങ്ങളുടെ നേതാവ് ആ പ്രദേശത്ത് ഉണ്ടാവില്ല, രാഹുൽ ഗാന്ധി. അയാൾ ഉരുക്കളയും. അയാൾ എപ്പോഴും ഇവരുടെ സംരക്ഷണയിലാണ്. അയാൾ തിരിഞ്ഞു നിന്ന് കൂവാൻ പ്രോത്സാഹിപ്പിക്കുക, ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കൂവാൻ 15 മിനിറ്റ് വെച്ച് കൂവാനായിട്ട് ലോക്സഭയിൽ ആളെ ഏർപ്പെടുത്തുക. എന്നിട്ട് ജനാധിപത്യം മരിച്ചു എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഇറ്റ് ജസ്റ്റ് വിൽ നോട്ട് വർക്ക്. ഇവരെന്താ വിചാരിച്ചാൽ ഇവർക്ക് മാത്രമേ ജനപിന്തുണയുള്ളതെന്ന്? 99 MP-മാരെയും വെച്ചിട്ട് മസിൽ പഠിപ്പിക്കുന്നു. മഹാമോശമാണ് അതൊക്കെ. അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക്സഭയിൽ വരാൻ പേടിയാണെന്ന് വരെ ആക്ഷേപം ഉന്നയിക്കുകയല്ലേ? അല്ല, അത് ഈ തെരുവിൽ ഇറങ്ങി നിന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങുവാടാന്ന് പറയുമ്പോൾ ധൈര്യം കാണിക്കാനായിട്ട് ഇറങ്ങിപ്പോകുന്ന മണ്ടന്മാരുണ്ട്. അതുപോലത്തെ മണ്ടനാണല്ലേ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിക്ക് പേടിയാണ് എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ധൈര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവരുടെ നടുക്ക് പോവുക, ഉന്തും തള്ളും ഉണ്ടാക്കുക. അങ്ങനെ ഈ ഇമോഷണലി ബ്ലാക്ക്മെയിൽ പെടുന്ന ആളല്ല പ്രധാനമന്ത്രി. അത്തരം നമ്പറുകളൊന്നും എടുക്കുകയില്ല. ദിസ് ഷോസ് യുവർ ഫ്രസ്ട്രേഷൻ. നിങ്ങൾ അങ്ങേർക്ക് പേടിയാണ്, അങ്ങേർക്ക് ആണത്തമില്ല, മറ്റത് മറിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് പ്രധാനമന്ത്രി എടുത്ത് ചാടണം എന്നവർ മോഹിക്കുന്നു. അങ്ങനെ ചാടുന്ന ആളല്ല പ്രധാനമന്ത്രി. ആ നമ്പറിലൊന്നും വീഴില്ല. ഒരുപക്ഷെ പിണറായി വിജയനെ അസംബ്ലിയിൽ വീഴ്ത്താൻ പറ്റുമായിരിക്കും, നരേന്ദ്രമോദിയെ വീഴ്ത്താൻ പറ്റും. പിണറായി വിജയൻ പോലും വീണിട്ടില്ല ഇവരുടെ വെല്ലുവിളി. പിണറായി വിജയനെയും ഇതുപോലെ വെല്ലുവിളിക്കാറൊക്കെയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഭയമാണ്, മറ്റേതാണ് മറിച്ചതാണ്. ഇതെല്ലാം ഈ സ്റ്റാൻഡേർഡ് നാടക ഡയലോഗുകളാണ്. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഈ മറ്റേ ആൾ ഡിഫെൻസീവിലാകില്ല. എനിക്ക് ഭയമില്ല, ഞാൻ ധൈര്യശാലിയാണെന്നൊക്കെ തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ ന്യായീകരിക്കാൻ തുടങ്ങും. ഇതൊക്കെ സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഇനിഷ്യൽ സ്റ്റെപ്പാണ് ഇതൊക്കെ. ഞാൻ സിനിജിയോട് പറയും, സിനിജിക്ക് പേടിയാണ് എന്നെ. അപ്പോൾ പിന്നെ സിനിജിയുടെ ജോലിയായി സിനിജിക്ക് എന്നെ പേടിയില്ല എന്ന് തെളിയിക്കേണ്ടത്. എനിക്ക് സുഖമായിട്ടിരിക്കാം, സിനിജി ബുദ്ധിമുട്ടിക്കോളും. സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പുട്ടിങ് ദ ബ്ലെയിം ഓൺ ദ അതർ മാൻ ഫോർ നത്തിങ്. അപ്പം അതൊന്നും ഇറക്കരുത്. ചീപ്പ് ഏർപ്പാടുകളാണ് നടക്കുന്നത്. ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്ന വിചാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.